അങ്ങനെ 24 ഏറ്റെടുത്ത മറ്റൊരു ദൗത്യം കൂടി അതിൻ്റെ വിജയപ്രാപ്തിയിലേക്ക് എത്തുകയാണ്. മലമ്പുഴയിൽ ഓരോ മഴക്കാലത്തും വളരെ ആശങ്കയോടുകൂടി കഴിഞ്ഞിരുന്ന രജനി വിജയാനന്ദ ദമ്പതികളുടെ അവരടങ്ങുന്ന 4 പേരടങ്ങുന്ന ആ കുടുംബം വളരെ ആശങ്കയിലായിരുന്നു അത് ഇവിടെ കഴിഞ്ഞിരുന്നത്. നമുക്ക് ആ പഴയ വീടിൻ്റെ ദൃശ്യങ്ങളൊക്കെ കാണാൻ കഴിയും. ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലായിരുന്നു ആ വീടുണ്ടായിരുന്നത്. തുടർന്ന് നമ്മൾ ഈ വാർത്ത നൽകുകയും നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ പി കൃഷ്ണദാസ് ഈ കുടുംബത്തിന് വീട് നിർമ്മിച്ച് നൽകുമെന്ന് അദ്ദേഹം അറിയിക്കുകയായിരുന്നു. അദ്ദേഹം ഒരു യാത്രക്കിടെയാണ് ഈ വാർത്ത കണ്ടത്. അദ്ദേഹത്തിൻ്റെ തന്നെ സ്ഥാപനത്തിൻ്റെ ഫ്ലക്സ് ഉപയോഗിച്ചാണ് അവർ ഈ വീട് മറച്ചിരുന്നത്. എന്തായാലും ആ കുടുംബത്തിന് വലിയ ആശ്വാസം. വാർത്ത കണ്ട് മിനിറ്റുകൾക്കകം തന്നെ ഡോക്ടർ പി കൃഷ്ണദാസ് നമ്മളെ ബന്ധപ്പെടുകയും അദ്ദേഹം 90 ദിവസത്തിനകം ഇവിടെ ഒരു വീട് നിർമ്മിച്ച് നൽകുമെന്ന് അവരെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ആ കുടുംബം നമ്മളോടൊപ്പം ഉണ്ട്. രജനി ചേച്ചി, എത്രത്തോളം സന്തോഷമുണ്ട് ഈ നിമിഷം? ഒരുപാട് സന്തോഷമുണ്ട്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സന്തോഷമുണ്ട്, വളരെയധികം സന്തോഷമുണ്ട്. ഇതിൽ പ്രവർത്തിച്ച എല്ലാവരോടും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. എന്താ പറയേണ്ടതെന്ന് അറിയണില്ല. നമ്മൾ വന്നത് ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ കരുതിയിരുന്നോ ഒരു വീടാവും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു? പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ കിട്ടിയാൽ ആയി എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് എത്രയും പെട്ടെന്ന് ഒരു ദൈവാനുഗ്രഹത്തിൻ്റെ പേരിൽ നമുക്ക് എല്ലാവരോടും സന്തോഷം. ഈ 2 മക്കളാണ്, അവരുടെ വാക്കുകളാണ് സത്യത്തിൽ അന്ന് ഏറ്റവും കൂടുതൽ നമ്മളെ സ്ട്രൈക്ക് ചെയ്തത്. എടാ, ഹാപ്പിയായോ നീ? ഇപ്പൊ നിനക്ക് സമാധാനമായിട്ട് ഇവിടെ ഇരുന്ന് പഠിക്കാം അല്ലേ? അന്ന് മഴയൊക്കെ വരുമ്പോ ഭയങ്കര പേടിയല്ലായിരുന്നു? അപ്പം കുറ്റിയടിക്കുന്ന നടപടികളിലൂടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ പി കൃഷ്ണ സാർ പറഞ്ഞത് അദ്ദേഹത്തിന് മറ്റ് ഈ പരിസ്ഥിതി പ്രശ്നങ്ങൾ, അതായത് മഴ അങ്ങനെയുള്ള കാലാവസ്ഥാ വിഷയങ്ങളൊന്നും ഇല്ലെങ്കിൽ എത്രയും വേഗത്തിൽ 90 ദിവസത്തിനകം തന്നെ ഇവിടെ വീടൊരുക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അത് യാഥാർത്ഥ്യമാകട്ടെ. പിന്നെ ഇത്തരം ദൗത്യങ്ങളിലേക്ക് നമ്മൾ വരാൻ ഒരു കാരണക്കാരൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ഇവിടുത്തെ നമ്മുടെ യൂത്ത് കോൺഗ്രസ് നേതാവായിട്ടുള്ള വിനോദ് ചെറാടാണ് ഞങ്ങളെ ഈ വാർത്ത അറിയിച്ചത്. അദ്ദേഹം പറഞ്ഞ് നമ്മളോട് ഇവിടെ ഒരു ഇത്തരത്തിലുള്ളൊരു കുടുംബമുണ്ട്, അവർ വളരെയധികം ഡിസേർവിംഗ് ആയൊരു കുടുംബമാണ്, അവർക്ക് വേണ്ടി നമുക്കൊരു വീടൊരുക്കാൻ പറ്റുമെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമായിരിക്കും, ഒരു വാർത്ത അവരെക്കുറിച്ച് ചെയ്യണം എന്നായിരുന്നു അദ്ദേഹം നമ്മളെ അറിയിച്ചത്. അതേ തുടർന്നാണ് നമ്മളിവിടേക്ക് എത്തിയതും ഈ വാർത്ത ചെയ്തതും അത് പി കൃഷ്ണ സാറ് കാണാൻ ഇടയായതൊക്കെ. വിനോദേട്ടൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വിനോദ, നമുക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ് അല്ലേ? തീർച്ചയായും വളരെ സന്തോഷമുള്ള ദിവസമാണ്. കാരണം നമ്മുടെയൊക്കെ എല്ലാവരുടെയും ആഗ്രഹം ഒരു സുരക്ഷിതമായിട്ടൊരു ഭവനമാണ്. കാരണം മഴയും വെയിലൊന്നും നനയാതെ സുരക്ഷിതമായിട്ടൊരു ഭവനത്തിൽ കടന്നുറങ്ങുക എന്നുള്ളതാണ്. പക്ഷെ നമ്മളിത് ഇവിടെ വരുമ്പോൾ 2 കുട്ടികളുമായി ബന്ധപ്പെട്ട് ഏത് നിമിഷവും ഇടിഞ്ഞ് പൊളിഞ്ഞ് വീടാറായ ഒരു വീടായിരുന്നു കണ്ടത്. ആ ഒരു ന്യൂസ് 24ലേക്ക് എത്തുന്നതും നെഹ്റു ഗ്രൂപ്പിൻ്റെ ചെയർമാൻ അത് കാണുന്നതും ഏകദേശം ഒരു അരമണിക്കൂറിനുള്ളിൽ ആ ലൈവിൻ്റെ ഉള്ളിലാണ് ഇവരുടെ ഒരു സ്വപ്നം പൂവണിയുന്നത്. അപ്പോൾ ഇതേപോലുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷേ അവരുടെയൊന്നും പ്രയോറിറ്റി ലിസ്റ്റുകൾ നമ്മുടെ അധികൃതർ കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. അതിലാദ്യം തന്നെ ഇതിൻ്റെ നെഹ്റു ഗ്രൂപ്പിനോട് അതിൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതേപോലെ 24 ന്യൂസിനോടും അതിൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുക. എന്തായാലും ഇപ്പോൾ അവരൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഈ ലൈഫ് പദ്ധതിയിൽ നിന്ന് ഏതാണ്ട് 258-ാം സ്ഥാനത്തായിരുന്നു അവരുടെ സ്ഥാനം ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ചേച്ചിയൊക്കെ, മഞ്ജു ചേച്ചിയൊക്കെ അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിച്ച ആളാണ്. സന്തോഷമുള്ളൊരു ദിവസമാണല്ലേ? പിന്നെ വളരെ സന്തോഷമുള്ള ദിവസമാണ്. കാരണം ഒരുപാട് കടമ്പകൾ രജനിക്ക് വേണ്ടിയിട്ട് കഴിയേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഓരോരോ ഭാഗത്ത് പോകുമ്പോഴും കുറേ തടസ്സങ്ങളായിരുന്നു. പക്ഷെ അത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഇനിയിപ്പോൾ അധികം വൈകാതെ തന്നെ, അതായത് വീടിൻ്റെ പണി എത്രയും വേഗത്തിൽ ആരംഭിക്കുമെന്നാണ് നെഹ്റു ഗ്രൂപ്പിൻ്റെ പ്രതിനിധികൾ അറിയിക്കുന്നത്. അവർ ഇതിനോടകം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. സത്യത്തിൽ ചെയർമാൻ എന്ന് വരേണ്ടതായിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് മറ്റു ചില കാര്യങ്ങളുള്ളതിനാൽ ഇന്ന് വരാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഈ കുടുംബം ഇപ്പോൾ മറ്റൊരു വീട്ടിലേക്ക് താമസം മാറിയിരിക്കുകയാണ്, ഒരു താൽക്കാലിക സംവിധാനത്തിലേക്ക് മാറിയിരിക്കുകയാണ്. പുതിയ വീട്ടിലേക്ക് അധികം വൈകാതെ തന്നെ അവർക്ക് എത്താൻ കഴിയട്ടെ. ആ സന്തോഷ നിമിഷത്തിനും സാക്ഷിയാകാൻ നമ്മളുണ്ടാകും. രാജീവ് സുദേവനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24.